ഗമാൽ അബ്ദുൽ നാസർ 1952 ഈജിപ്ഷ്യൻ വിപ്ലവത്തിനു ശേഷം രാജവംശഭരണം അവസാനിപ്പിച്ച് റിപ്പബ്ലിക് സൃഷ്ടിച്ച നേതാവായി നാസർ ഉയർന്നപ്പോൾ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ മാത്രം നേതാവായിരുന്നില്ല. മുഴുവൻ അറബ് ലോകത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. സുവൈസ് കനാൽ ദേശീയവത്കരണം മുതൽ പാൻ അറബിസം വരെ, ദരിദ്രജനങ്ങളുടെ അവകാശങ്ങൾ മുതൽ പാശ്ചാത്യ ശക്തികൾക്കെതിരായ രാഷ്ട്രീയ ധൈര്യം വരെ നാസറിൻ്റെ ജീവിത ചരിത്രത്തിലെ ശക്തമായ അധ്യായമായിരുന്നു. എന്നാൽ ഇത്തരമൊരു മഹാനായ നേതാവിൻ്റെ കുടുംബജീവിതവും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ ജീവിതവും പൊതുജനങ്ങളിൽ കൗതുകമുണർത്തിയിരുന്നു. ആ കൗതുകങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ മോണ നാസറിൻ്റെ ഭർത്താവായ അഷ്റഫ് മർവാൻ. അഷ്റഫ് മർവാൻ എന്ന യുവാവ് ആദ്യമായി നാസർ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലർക്കും അതൊരു സാധാരണ വിവാഹബന്ധം മാത്രമായിരുന്നു. സൈനിക പശ്ചാത്തലമുള്ള ആകാംക്ഷ നിറഞ്ഞ ബുദ്ധിയുള്ള യുവാവായി അദ്ദേഹം അറിയപ്പെട്ടു. കെയ്റോ സർവകലാശാലയിൽ രസതന്ത്രം പഠിച്ച മർവാൻ പിന്നീട് സൈന്യവുമായി ബന്ധപ്പെട്ടു. എന്നാൽ മോന നാസറിനെ വിവാഹം ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം സാധാരണ നിലയിൽ നിന്ന് ഉയർന്ന് ഈജിപ്തിൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു. ഒരു രാഷ്ട്രപതിയുടെ മരുമകൻ എന്ന പദവി അദ്ദേഹത്തിന് വെറുമൊരു കുടുംബപരമായ മഹത്വമല്ല, അധികാരത്തിൻ്റെ വാതിലുകൾ തുറന്ന ഒരു പാസ്പോർട്ടായി മാറി. എന്നാൽ നാസർ ഈ ബന്ധത്തെ ആദ്യം വലിയ സന്തോഷത്തോടെ കണ്ടില്ലെന്ന് പറയപ്പെടുന്നു. കാരണം തൻ്റെ മകളെ വിവാഹം ചെയ്യുന്ന വ്യക്തി കൂടുതൽ സാമൂഹിക പദവി ഉള്ളവനായിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നിരുന്നാലും വിവാഹം നടന്നു. മർവാൻ കുടുംബത്തിൻ്റെ ഭാഗമായി തീർന്നു. നാസറിൻ്റെ ഭരണകാലം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാവുകയായിരുന്നു. 1967 സിക്സ് ഡേ വാറിൽ ഈജിപ്തിൻ്റെ പരാജയം നാസറിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ആഘാതമായി. അതിനിടയിൽ മർവാൻ കുടുംബത്തിനകത്തും അധികാരത്തിൻ്റെ ഇടനാഴികളിലും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. നാസറിൻ്റെ മരണത്തിനു ശേഷം അൻവാർ സാദ് അധികാരത്തിലെത്തി. പലർക്കും സാദ് ഒരു താൽക്കാലിക നേതാവായി തോന്നിയെങ്കിലും അദ്ദേഹം വേഗത്തിൽ തൻ്റെ ശക്തി തെളിയിച്ചു. ഈ ഘട്ടത്തിലാണ് അഷ്റഫ് മർവാൻ്റെ ജീവിതം അതിശയകരമായ വഴിത്തിരിവിലേക്ക് കടന്നത്. സാദിൻ്റെ അടുത്ത വൃത്തത്തിൽ മർവാൻ പ്രവേശിച്ചു. അദ്ദേഹം പ്രസിഡൻഷ്യൽ ഓഫീസിൽ പ്രധാന ഉപദേഷ്ടാവായി മാറി. ആയുധ ഇടപാടുകൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അറബ് രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാധീന പരിധിയിലെത്തി. എന്നാൽ അധികാരത്തിൻ്റെ ഈ ഉയർച്ചയ്ക്കൊപ്പം മർവാനെ ചുറ്റിപ്പറ്റി ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു കഥ രൂപപ്പെട്ടു. ചാരപ്രവർത്തനത്തിൻ്റെ കഥ. മർവാൻ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡബിൾ ഏജൻ്റായിരുന്നോ? ഈ ചോദ്യം ഇന്നും വ്യക്തമായി ഉത്തരമില്ലാത്ത ചരിത്ര രഹസ്യമായി തുടരുന്നു. 1969 മർവാൻ സ്വമേധയാ ഇസ്രായേലുമായി ബന്ധപ്പെട്ടു എന്നും രഹസ്യ വിവരങ്ങൾ കൈമാറാൻ തുടങ്ങിയെന്നും ചില രേഖകൾ സൂചിപ്പിക്കുന്നു. മൊസാദിൻ്റെ ചരിത്രത്തിൽ ദി ഏഞ്ചൽ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ട വ്യക്തി മർവാൻ ആയിരുന്നുവെന്ന ആരോപണം പിന്നീട് വലിയ ചർച്ചയായി. 1973 യോം കിപ്പൂർ വാർ മിഡിൽ ഈസ്റ്റ് ചരിത്രത്തിലെ നിർണായക യുദ്ധമായിരുന്നു. ഈജിപ്തും സിറിയയും ചേർന്ന് ഇസ്രായേലിനെതിരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ലോകത്തെ ഞെട്ടിച്ചു. യുദ്ധത്തിന് മുൻപ് മർവാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതായി ചിലർ പറയുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് പൂർണ്ണമായും കൃത്യമായിരുന്നില്ല. ആക്രമണത്തിൻ്റെ സമയം സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ കാരണം ഇസ്രായേൽ പൂർണ്ണമായി തയ്യാറായില്ലെന്നും വാദമുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാർ മർവാൻ യഥാർത്ഥത്തിൽ മൊസാദിൻ്റെ ചാരനല്ല, മറിച്ച് ഈജിപ്തിൻ്റെ തന്ത്രപ്രധാനമായ തെറ്റിദ്ധരിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നാണ് പറയുന്നത്. മറ്റു ചിലർ അദ്ദേഹം പണം, അധികാരം, വ്യക്തിപരമായ ആകാംക്ഷ എന്നിവ കാരണം ഇരട്ടക്കളി കളിച്ചുവെന്ന് പറയുന്നു. ഈ രഹസ്യം മർവാനെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ വ്യക്തികളിൽ ഒരാളാക്കി. ഒരു വശത്ത് ഇസ്രായേൽ ഇൻ്റലിജൻസ് ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്രോതസ്സ്, മറുവശത്ത് ഈജിപ്തിൻ്റെ യുദ്ധതന്ത്രത്തിന് നിർണായക സംഭാവന നൽകിയ ദേശഭക്തൻ. സത്യമേതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം അധികാരവും രഹസ്യവുമടങ്ങിയ ഒരു ത്രില്ലർ പോലെ ആയിരുന്നു. ലണ്ടൻ, റോം, കെയ്റോ അന്താരാഷ്ട്ര നഗരങ്ങളിലൂടെ രാഷ്ട്രീയ കരാറുകളിലൂടെയും ആയുധ ഇടപാടുകളിലൂടെയും മർവാൻ സഞ്ചരിച്ചു. കാലം കടന്നുപോയപ്പോൾ അദ്ദേഹം ബിസിനസ് ലോകത്തും വലിയ ശക്തനായി. കോടിക്കണക്കിന് ഡോളറുകളുടെ ഇടപാടുകൾ, അറബ് യൂറോപ്യൻ ബന്ധങ്ങൾ, രാഷ്ട്രീയ സ്വാധീനം ഇതെല്ലാം അദ്ദേഹത്തെ ഒരു സാധാരണ മുൻ രാഷ്ട്രപതി മരുമകനിൽ നിന്ന് ആഗോളതലത്തിലെ രഹസ്യശക്തിയായി മാറ്റി. എന്നാൽ 2007 ലണ്ടനിലെ തൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് വീണു മരിച്ച സംഭവമാണ് അദ്ദേഹത്തെ വീണ്ടും ലോകശ്രദ്ധയിൽ എത്തിച്ചത്. അത് ആത്മഹത്യയോ കൊലപാതകമോ അപകടമോ ഇന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ മരണം പ്രിൻസസ് ഡയാനയുടെ ദുരൂഹ മരണത്തെപ്പോലെ തന്നെ അനവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വഴിവെച്ചു.
ചിലർ മൊസാദിനെ സംശയിച്ചു, ചിലർ ഈജിപ്ഷ്യൻ ഇന്റലിജൻസിനെ ചൂണ്ടിക്കാട്ടി, മറ്റു ചിലർ ബിസിനസ് വൈരാഗ്യങ്ങൾക്കിടയിലെ നീക്കമെന്ന് കരുതി. മോണ നാസറിന്റെ ജീവിതം അതിലൂടെ ദുഃഖത്തിന്റെ നിഴലായി. ഒരു വിപ്ലവ നായകന്റെ മകളായ അവൾ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യപരമായ വ്യക്തികളിൽ ഒരാളുടെ ഭാര്യയായി ലോകം നിരീക്ഷിച്ച ജീവിതമാണ് നയിച്ചത്. കുടുംബത്തിന്റെ മഹത്വം, രാജ്യത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, ഭർത്താവിനെ ചുറ്റിപ്പറ്റിയ ചാരപ്രവർത്തന വിവാദങ്ങൾ ഇതെല്ലാം അവളുടെ ജീവിതത്തെ പൊതുജന കൗതുകത്തിന്റെ വിഷയമാക്കി. ഗമാൽ അബ്ദുൽ നാസറിന്റെ കുടുംബകഥയിൽ അഷ്റഫ് മർവാൻ എന്ന പേര് ഒരു സാധാരണ മരുമകന്റെ പേര് മാത്രമല്ല. അത് അധികാരത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്ന ഒരാളുടെ ഉയർച്ചയും ചാരപ്രവർത്തനത്തിന്റെ ആഗോള നിഴലുകളും ചരിത്രത്തിന്റെ അനുത്തരിത ചോദ്യങ്ങളും ചേർന്ന ഒരു അത്ഭുതകരമായ അധ്യായമാണ്. ഒരു മനുഷ്യൻ ഒരേ സമയം നായകനായും വില്ലനായും കാണപ്പെടാമെന്നതിന്റെ തെളിവാണ് മർവാൻ. ചിലർക്കായി അദ്ദേഹം ദേശഭക്തൻ, ചിലർക്കായി വഞ്ചകൻ, ചിലർക്കായി വരും അധികാരലോലൻ. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹം സാധാരണക്കാരനല്ലായിരുന്നു. ഇന്നും മിഡിൽ ഈസ്റ്റ് ചരിത്രം പഠിക്കുന്നവർക്ക് അഷ്റഫ് മർവാൻ ഒരു അവസാനിക്കാത്ത പസിലാണ്. നാസറിന്റെ മരുമകൻ എന്ന കുടുംബബന്ധം അദ്ദേഹത്തെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ സ്വന്തം തീരുമാനങ്ങളും രഹസ്യങ്ങളും അദ്ദേഹത്തെ അനശ്വരമായ വിവാദമാക്കി. അഷ്റഫ് മർവാന്റെ രഹസ്യം നിറഞ്ഞ ജീവിതം ഇന്നും ലോക ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ കഥകളിലൊന്നായി നിലനിൽക്കുന്നു.